ഇറാൻ ഇതാ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ കാൽക്കൽ വീണ് കേണപേക്ഷിക്കുകയാണെന്ന് വ്യാജ വാർത്ത സൃഷ്ടിച്ച് മുഴുവിക്കുന്നതിന് മുൻപേ ഇറാന്റെ വക അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനെന്ന പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതീവ നിർണായകമായ ഒരു നീക്കം നടത്തുകയുണ്ടായി. ഇറാനുമായുള്ള യുദ്ധം ഒഴിവാക്കുന്നതിനായി 15 സമാധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു വെടിനിർത്തൽ കരാറാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചത്. പാകിസ്ഥാൻ വഴിയുള്ള മധ്യസ്ഥർ മുഖേനയാണ് വാഷിംഗ്ടൺ ഈ സമാധാന പദ്ധതി ഇറാന് കൈമാറിയത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായാൽ മേഖലയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്താമെന്നായിരുന്നു അമേരിക്കയുടെ വാഗ്ദാനം. എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശങ്ങളോട് അങ്ങേയറ്റം പരിഹാസത്തോടെയും പുച്ഛത്തോടെയുമാണ് ഇറാൻ പ്രതികരിച്ചത്. ട്രംപ് മുന്നോട്ട് വെച്ച ഈ 15 പദ്ധതി വെറും ഒരു തന്ത്രപരമായ പരാജയമാണെന്നും പരാജയപ്പെട്ട ഒരു ഉടമ്പടിയെ സമാധാന കരാറായി ചിത്രീകരിക്കാൻ ശ്രമിക്കരുതെന്നും IRGC വ്യക്തമാക്കി. ലോകശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലെന്നും ഒടുവിൽ തങ്ങളുടെ തോൽവി മറച്ചുവെക്കാൻ പൊള്ളയായ വാഗ്ദാനങ്ങളുമായി വരികയാണെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഇറാനിയൻ സൈന്യത്തിന്റെ കരുത്ത് പൂർണ്ണമായും തകർന്നുവെന്നും അവരുടെ കമാൻഡർമാരെല്ലാം വധിക്കപ്പെട്ടെന്നുമായിരുന്നു ട്രംപിന്റെ വാദം. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലില്ലെന്നും തങ്ങൾ ഇറാന്റെ ആകാശത്ത് പൂർണ്ണ അധികാരം സ്ഥാപിച്ചുവെന്നുമൊക്കെയാണ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട വൈദ്യുത നിലയങ്ങൾ ഒരൊറ്റ മിസൈൽ കൊണ്ട് തകർക്കാൻ തനിക്ക് കഴിയുമെന്നും എന്നാൽ സമാധാന ചർച്ചകൾ നടക്കുന്നതിനാലാണ് അതിന് മുതിരാത്തതെന്നുമായിരുന്നു ഭീഷണി സ്വരത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ട്രംപ് സംസാരിക്കുന്നത് യഥാർത്ഥ ഇറാൻ നേതൃത്വത്തോടല്ലെന്നും മറിച്ച് ശൂന്യതയിലാണെന്നും ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സമാധാന ചർച്ചകളെക്കുറിച്ച് പറയുമ്പോഴും മിഡിൽ ഈസ്റ്റിലേക്ക് 5000-ഓളം പുതിയ സൈനികരെ കൂടി വിന്യസിക്കാനുള്ള നീക്കത്തിലാണ് പെന്റഗൺ. അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനെയാണ് മേഖലയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 18 മണിക്കൂറിനുള്ളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും വിന്യസിക്കാൻ കഴിയുന്ന ഈ പാരാട്രൂപ്പർമാരുടെ വരവ് ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ശക്തമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ സൈനിക വിന്യാസത്തെ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്ന് IRGC വ്യക്തമാക്കി. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളായ USS ജെറാൾഡ് ഫോർഡിനും എബ്രഹാം ലിങ്കണിനും സംഭവിച്ച അതേ ഗതിയായിരിക്കും ഈ സൈനികർക്കും ഉണ്ടാകുകയെന്ന് ഇറാൻ ഭീഷണി മുഴക്കി. ഇറാന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മുമ്പ് മേഖലയിൽ നിന്ന് പിന്മാറേണ്ടി വന്ന അമേരിക്കൻ കപ്പലുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള നീക്കങ്ങളും അമേരിക്ക സജീവമാക്കിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ വാഷിംഗ്ടണിൽ ചർച്ചയാകുന്നുണ്ട്. ഇറാന്റെ 90% എണ്ണയും ഈ ദ്വീപ് വഴിയാണ് ലോകവിപണിയിൽ എത്തുന്നത്. ഇത് നിയന്ത്രണത്തിലാക്കിയാൽ ഇറാന്റെ വരുമാന മാർഗം പൂർണ്ണമായും അടയ്ക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. ഇതിനു പുറമെ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനും കരസേനയെ ഇറക്കാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ മേഖലയിൽ 50,000-ലധികം അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട്. 3000-ഓളം പുതിയ പാരാട്രൂപ്പർമാർ കൂടി എത്തുന്നതോടെ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന അവസ്ഥയിലാണ്. കൂടാതെ തനിക്ക് ഇറാൻ ഒരു വലിയ സമ്മാനം നൽകിയെന്നും അത് എണ്ണയുമായും ഗ്യാസുമായും ബന്ധപ്പെട്ട ഒന്നാണെന്നുമുള്ള അവകാശവാദം കൂടി ട്രംപ് അടിച്ചിറക്കിയിരുന്നു. എന്നാൽ ഇറാൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ട്രംപിനെ പോലെയുള്ള ഒരാളുമായി ഒരു കാലത്തും ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ മിസൈൽ ശേഖരം തകർന്നുവെന്ന ട്രംപിന്റെ പ്രസ്താവന പച്ചക്കള്ളമാണെന്നും ശരിയായ സമയത്ത് തങ്ങളുടെ കരുത്ത് ലോകം കാണുമെന്നും IRGC വ്യക്തമാക്കി. വിദേശ ശക്തികൾക്ക് മുന്നിൽ തങ്ങളുടെ രാജ്യം ഒരിക്കലും മുട്ടുമടക്കില്ലെന്നും അമേരിക്കയുടെ ഉപരോധങ്ങൾ തങ്ങളെ തളർത്തില്ലെന്നും അവർ പ്രഖ്യാപിച്ചു. എന്നാലും മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ട്രംപ് നടത്തിയ നാടകം പൊളിഞ്ഞുവെന്ന് ഇതോടെ വ്യക്തമായി.